എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒന്ന് കമന്റ് ഇടുക. കൂടുതലായിരിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ രേണുസുതി തന്നെയാണ്. രേണുസുതിയെ കുറിച്ച് പറയേണ്ടെന്നിരിക്കും. പുള്ളിക്കാരി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാൻ എന്ത് ചെയ്യാനായിട്ടാണ്? രണ്ട് കാര്യങ്ങളാണ്. പുള്ളിക്കാരി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് നാലെണ്ണം പറയാൻ തോന്നും. രണ്ടാമത്തെ കാര്യം, ഓഫ് കോഴ്സ് പുള്ളിക്കാരിയെ കുറിച്ച് പറയുമ്പോൾ വ്യൂസ് ഉണ്ട്. അപ്പോൾ വന്ന് ചോദിക്കില്ല, നീ എന്തിനാണ് എപ്പോഴും ഇവരിട്ട് അവരാധിക്കുന്നത്? എനിക്ക് വ്യൂസ് ഉണ്ട്, പിന്നെ ഇവർ പറയുന്നതിനകത്ത് ചില പൊരുത്തക്കേടുകളുണ്ട്. അപ്പം ആദ്യം നമുക്ക് നോക്കാം. ഇവരെ ട്രോൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിൽ ഇവരെ ട്രോൾ ചെയ്ത ഒരാളെ കുറിച്ച് ഇവർ സംസാരിക്കുന്നത് നമുക്ക് കേട്ടോ. നമ്മുടെ അവന്മാർ ഞെക്കി പിടിച്ച് പിഴിയുള്ളോ. എടാ നിങ്ങൾ പേരെന്നാന്നറിയാൻ പറ്റുമോ? കുറെ ദിവസം അവന്മാർ കിടന്ന് കളിക്കാൻ ഞാൻ കുറെ വീഡിയോ കണ്ടു. ഇതിനകത്ത് നമ്മൾ തെറ്റൊന്നും പറയുന്നില്ല കേട്ടോ. സ്വാഭാവികമായിട്ടും ഇവർ ഒരാൾ ട്രോളുമ്പോഴത്തേനും ഓവറായിട്ട് കളിയാക്കുമ്പോഴത്തേനും ഇവർക്കൊരു വികാരം ഉണ്ടാവും, ഇവർക്കൊരു വിഷമം ഉണ്ടാവും, ഇവർക്കൊരു വേദന ഉണ്ടാകും. പക്ഷേ ഇവർ പറയുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണ്. അതിലേക്ക് നമുക്ക് വരാം. സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ ഇരുന്ന് ഇവരെ കുറെ കുറ്റം പറയുന്നു, നാളെ ഒരു എന്നെ കുറെ കുറ്റം പറയുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടാവാം. പക്ഷേ അങ്ങനൊന്നും ചെയ്യില്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളൊക്കെ നല്ല പിള്ളേരായിരിക്കണം. നിനക്കൊക്കെ വല്ല കഴിവുണ്ടോടോ? നിനക്കൊക്കെ അഭിനയിക്കാൻ അറിയാവോടോ? വല്ല കഴിവുണ്ടോടാ നിനക്കൊക്കെ? പറ. നീ എന്റെ മുന്നിൽ ഇങ്ങോട്ട് വാ. നീ ആദ്യം നീ രണ്ടാണോ എന്റെ മുന്നിൽ വാ. അടിച്ചിന്റെ കവാല അടിച്ച് പൊളിച്ചളായി. രണ്ടെണ്ണം എന്റെ മുന്നിൽ വാടാ നീ. അതായത് പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരിയുടെ അഭിനയത്തെ എല്ലാവരും കുറ്റം പറയുന്നു. എനിക്ക് അഭിനയിക്കാൻ അറിയാം, എൻ്റെ പാഷനാണിത്. പക്ഷേ നിനക്കൊക്കെ അഭിനയിക്കാൻ അറിയാമോ? എനിക്ക് മാത്രമേ ഇവിടെ അഭിനയിക്കാൻ അറിയൂ. നിനക്കൊക്കെ വലിയ കഴിവുണ്ടോ? തുപ്പും ഞാൻ, എറിയാൻ. അതൊക്കെയാണ് പുള്ളിക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്നെ ആരും എൻ്റെ അഭിനയത്തെ കുറ്റം പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ അവൻ്റെയൊക്കെ അഭിനയത്തെ കുറ്റം പറയും. ഇതിനകത്ത് ഇവരുടെ വികാരത്തെ ഞാൻ മാനിക്കുന്നു, കാരണം ഇവരെ കുറ്റം പറയുമ്പോൾ ഇവർക്ക് ദേഷ്യം ഉണ്ടാകും. പക്ഷേ ഇവർ ചെയ്തത്, ഈ മല്ലു പിപ്ര ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു സർക്കാസമാണ് ചെയ്തത്. അവരങ്ങനെ അവർക്ക് ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അവരൊന്ന് ലൈറ്റർ ആക്കായിരുന്നു. പക്ഷേ ഇവര് ഞാൻ മാത്രമാണ് വലിയ സംഭവം, എനിക്ക് മാത്രം അഭിനയിക്കാൻ അറിയൂ, മമ്മൂട്ടി വരെ എൻ്റെ താഴെയാണ് അഭിനയത്തിൽ എന്നൊരു രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അതിനോട് എനിക്ക് താല്പര്യം കേട്ടോ. കാണിച്ചു തരാം ഞാൻ. എന്റെ പൊന്നെ, എടാ നീക്ക് എന്റെ മുന്നിൽ ഒന്ന് വന്ന് നിന്ന് കാണിക്കും. എന്നെ കൊണ്ട് തന്നെ ജീവിക്കുക. ഈ വീഡിയോ അല്ല, ഇപ്പൊ ഞാൻ സ്വാഭാവികം. താങ്കളെ കുറിച്ച് പറയുമ്പോൾ വ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഞാനും ഇടക്കിടക്ക് പിറകിക്കൊണ്ടുവരുന്നത്. താങ്കൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു താരമാണ്, നമ്മൾ അംഗീകരിച്ചിരുന്നു. ഹുസൂർ താങ്കളെ വെച്ച് തന്നെയാണ് പലരും ജീവിക്കുന്നത്, അത് നമ്മൾ അംഗീകരിക്കുന്നു, ഹുസൂർ. പക്ഷേ താങ്കളുടെ പോസിറ്റീവിനല്ല നമ്മൾ വയ്ക്കുന്നത്, നെഗറ്റീവിനെയാണ് വയ്ക്കുന്നത്. മനസ്സിലാക്കുക. നിങ്ങളിത് പോസിറ്റീവ് ആക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ നിങ്ങൾക്കിപ്പോൾ ഉള്ളൂ. ഇവർ ചെയ്ത സർക്കാസമാണ്. അതിനെ ആ സെൻസിൽ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. കാരണം നിങ്ങളെയാണ് കുറ്റം പറയുന്നത്. അപ്പോൾ എനിക്കതങ്ങനെ അത് ലൈറ്ററായിട്ട് എടുക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവർക്ക് അഭിനയിക്കാൻ അറിയില്ല. നിനക്കൊക്കെ വല്ല കഴിവുണ്ടോടാ എന്ന് ചോദിച്ചതിനോട് ഞാൻ അംഗീകരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ തിരിച്ചും ചോദിക്കും, ചേച്ചിക്ക് വല്ല കഴിവുണ്ടോ? ചേച്ചിക്ക് അഭിനയിക്കാൻ അറിയോ? ചേച്ചിയുടെ കണ്ടായിരുന്നു കേട്ടോ, കണ്ടായിരുന്നു, നമ്മൾ നല്ലായിരുന്നു. സെയിം ഡ്രസ്സൊക്കെയാ മേടിച്ചിടുന്നത്. സെയിം ഡ്രസ്സ്. ഞാനത് പേരുണ്ടപ്പോഴാ നോക്കിയത്. ചിരിച്ചു കരയുന്ന ആങ്കർ. ഡബക്കിനൊക്കെ ഒരു രസല്ലേ, ആങ്കറിന്റെ ഒക്കെ രസമല്ലേ, കൊള്ളുന്ന രേണുവിനല്ലേ. ഒരു പ്രണയം, സീരിയസ് ഒരു പ്രണയം വന്ന് ചേച്ചിയിൽ ഇതാക്കിയ അല്ല, സെക്കൻഡ് മാരേജ് ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ എന്നാലും എന്റെ കാര്യത്തിൽ അത് നാട്ടുകാർ തല്ലിക്കൊല്ലും. ഇപ്പൊ ഞാൻ ഇതിനെ കെട്ടി അവനെ തല്ലിക്കൊന്നില്ലേലും എന്റെ പൊന്നെ അതൊന്നും ആലോചിച്ച് നോക്കിയ സംഭവം. ഞാൻ രേണുസുതി യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചുള്ള സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് ആലോചിച്ച് നോക്കാം. എല്ലാവരും കണ്ണടച്ച് 2 മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 മിനിറ്റ് വേണ്ട, ഒന്ന് ആലോചിച്ച് നോക്കാം. ചിന്തിക്കാൻ പോലും പറ്റത്തില്ലല്ലോ. ആ ചെറുപ്പക്കാരന്റെ ജീവിതം തീർന്നു, നെഗറ്റീവിന്റെ അഭിഷേകമായിരിക്കും. ഇനി തമാശകൾ മാറ്റി വെച്ച് നമ്മൾ കാര്യത്തിലേക്ക് വരുന്നു. പുള്ളിക്കാരി കെട്ടിക്കഴിഞ്ഞാൽ യാതൊരു തെറ്റുമില്ല. കാരണം ഒരു ആള് കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നു, ഭർത്താവ് മരണപ്പെടുന്നു. ഭർത്താവ് മരണപ്പെട്ട ജീവിതകാലം മൊത്തം ഭർത്താവിനെ ആലോചിച്ച് കടപ്പുറത്തൂടെ പാടി നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഇവർക്ക് നല്ലൊരു ജീവിതമാണ്, ഇവർക്ക് മറ്റൊരു കല്യാണം കഴിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ട്, ഇവർക്ക് തീർച്ചയായിട്ടും വിവാഹം കഴിക്കാം, നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. പക്ഷേ നമ്മളുടെ നെഗറ്റീവ് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ ചെറുക്കനെ ആൾക്കാർ പൊങ്കാലയിടും. പിന്നെ എന്ത് വന്നാലും നെഗറ്റീവ് പറയുന്ന കുറേ ആളുകളുണ്ട്, അവര് വെറുതെ വിട്ടാരെ. എന്നിട്ട് നന്നിട്ട് ആ മനുഷ്യനെ വെറുതെ വിടുവോ? പാവ ആ മനുഷ്യനെ കൂടെ ഞാൻ കൊല്ലണോന്ന് അല്ലേ? അല്ല, ആൾക്കും കൂടി പണി. എന്റെ പൊന്നെ, അത് ആ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതിന് ചെറിയായിട്ടൊരു ബോംബിട്ട് കൊടുത്ത കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ അഭിപ്രായം ചെറുതായിട്ടൊന്ന് ബോംബിട്ട് കൊടുത്തു ഞാൻ.
എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ട് പുള്ളിക്കാരി പുതിയതായിട്ട് വിവാഹം കഴിക്കുന്നതിനോട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അപ്പോൾ സ്വാഭാവികമായിട്ടും തെരുവിളി ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്താലും സുധിച്ചേട്ടന് വേണ്ടി എന്നല്ലേ നമ്മൾ അവകാശപ്പെടുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, പുള്ളിക്കാരി തന്നെ ആഗ്രഹിക്കുന്നുണ്ട് കുറെ നെഗറ്റീവ് കൂടുതൽ ഉണ്ടാവാൻ. അതായത് പുള്ളിക്കാരിക്ക് അറിയാം ഞാൻ പുതിയതായിട്ട് ഒരു വിവാഹം കഴിച്ചാൽ സുധിച്ചേട്ടന് മറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സമ്മതിക്കില്ല എന്ന് പുള്ളിക്കാരിക്ക് തന്നെ അറിയാം. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ബോംബ് ഇട്ട് കൊടുത്ത് ആൾക്കാർ കുറച്ചും കൂടെ നെഗറ്റീവ് അങ്ങോട്ട് കത്തട്ടങ്ങോട്ട്, അതായത് കുറച്ച് തീ കത്തുകയാണ്. ഈ തീക്കകത്തോട്ട് ഓം ഗ്രീൻ ഗണപതായ നമഃ എന്നും പറഞ്ഞിട്ട് എണ്ണ വാരി ഒഴിക്കുന്ന പരിപാടിയാണ് ഈ പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഹിന്ദുമത്തെ അവഹേളിച്ചല്ല കേട്ടോ, ജസ്റ്റ് സർക്കാസമായിട്ട് മാത്രം എടുക്കുക. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി നെഗറ്റീവ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പുള്ളിക്കാരി ആഗ്രഹിക്കുന്ന നെഗറ്റീവ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പറയുന്ന പുള്ളിക്കാരിക്കും പ്രശ്നമില്ല, ഏറ്റുവാങ്ങുന്ന പുള്ളിക്കാരിക്കും പ്രശ്നമില്ല, പറയുന്ന നമുക്ക് സ്വാഭാവികമായിട്ടും പ്രശ്നമില്ല. പക്ഷെ കേട്ട് നിൽക്കുന്ന ചില രേണു ഫാൻസിന് കൊള്ളുന്നുണ്ട്. അതിന് നമ്മൾ പറ്റി പറയുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ മറ്റൊരുത്തം കുറ്റം പറയുമ്പോഴത്തേനും അപരാധം പറയുമ്പോഴത്തേനും പൊള്ളണം. എന്റെ പൊന്നെ, അത് ഭയങ്കര വൈറലായി. രേണുസുതി പ്രണയത്തിൽ ആരുമായി എന്നൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ മാർക്ക്. ശരിക്കും ഇനി ഒരു പ്രണയത്തിൽ ഒരാൾ വന്നാൽ തന്നെ പേടിയായിരിക്കും അല്ലേ? കുറച്ച് ധൈര്യം തൊലിക്കട്ടിയുള്ള ഒരാൾ തന്നെ വരണം. കാരണം പിന്നെ തൊലിക്കട്ടിയുള്ള ആൾ വേണം. പിന്നെ തീർച്ചയായിട്ടും തൊലിക്കട്ടിയുള്ള ആൾ വേണം. ഇവരുടെ ഇപ്പൊ കേൾക്കുന്ന നെഗറ്റീവ് പിടിച്ചു നിൽക്കണമെങ്കിൽ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി ആ മേടിച്ച് ദേഹത്ത് ചുറ്റി ആ തൊലിയും കൊണ്ട് ഇറങ്ങിയാൽ മാത്രമേ ഇതിനൊക്കെ നമുക്ക് നേരിടാൻ പറ്റത്തുള്ളൂ. അത് യാഥാർത്ഥ്യമാണ്. ഇല്ലെങ്കിൽ ഇവർ ഈ നെഗറ്റീവ് പോസിറ്റീവ് ആക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇത് പ്രശ്നമാണത്. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കും. അത് എന്റെ ഇഷ്ടമല്ലേ, സൂചിച്ചാണ്ട് ഇഷ്ടമല്ലേ? തീർച്ചയായും പിടികിട്ടിയോ? സൂചിച്ചാണ്ടുള്ളപ്പോ എനിക്കിപ്പോ ഫോട്ടോഷൂട്ട് ചെയ്യേണ്ട, അഭിനയിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ ഏട്ടൻ ഞങ്ങൾക്ക് ഒരു കുടുംബത്തിനൊരു താങ്ങായിരുന്നു, തണലായിരുന്നു. എനിക്കിപ്പോ അറിയാവുന്ന പണി ഇതാണ്. അത് ഞാൻ അന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയ സിംഹമൊന്നുമല്ല, എന്നെ കളിയാക്കുന്നതല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളടാ. ശിശുവാണ് അഭിനയത്തില്. ഇപ്പൊ എന്നെ വിളിക്കുന്ന ഓരോ ക്യാരക്ടർ, ഇപ്പൊ ആൽബം ആണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും സിനിമ വന്നിട്ടുണ്ട്, തിയേറ്റർ മൂവി വന്നിട്ടുണ്ട്. അതൊക്കെയാണെന്ന് പോലും വെറുതെ ഒന്നും അറിയാത്ത ഒരാളെ ചെന്ന് ചെയ്യിപ്പിക്കും ഇവര്. നെഗറ്റീവ് കേട്ടാലെങ്കിൽ ഒന്നും അറിയാത്ത ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഫേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ധൈര്യം വേണം, ഇല്ലേ? ഈ പറയുന്ന ഈ നെഗറ്റീവ് പറയുന്ന ഏതെങ്കിലും ഒരുത്തനെ വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ മാറി നിൽക്കാം. എന്റെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റുമോ മാർക്കും? എനിക്കറിയത്തില്ല. ചലഞ്ച് അക്സെപ്റ്റഡ്. ഞാൻ വന്നിക്കാം. അടുത്ത വരുന്ന ഷോർട്ട് ഫിലിമിൽ എന്നെ വിളിക്കൂ. ഞാൻ വന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ നിങ്ങൾക്ക് പകരം നിൽക്കാം. പക്ഷേ നിങ്ങൾ ചെയ്ത പോലെ അങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. പക്ഷെ ക്യാമറയുടെ മുമ്പിൽ ഞാൻ ഫേസ് ചെയ്ത് കാണിച്ചു തരാം. കാരണം പുള്ളിക്കാരി നെഗറ്റീവ് പറയുന്നവർക്കൊന്നും ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള ഒരു ധൈര്യമില്ല. അതിനൊരു ധൈര്യം വേണം, അതിന് അഭിനയിക്കാൻ ഒരു സ്കില്ല് വേണം. ഞാൻ കുഞ്ഞാണെങ്കിലും എനിക്കുണ്ട്, അഭിനയിക്കാൻ അറിയാവുന്നതുകൊണ്ടല്ലേ എന്നെ സിനിമയിൽ വിളിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ എപ്പോഴേലും താങ്കൾ അഭിനയിച്ച സാധനം കണ്ടിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയുമോ ഇല്ലയോ എന്നുള്ളതല്ല, നല്ലൊരു ഡയറക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് ചെയ്യും. പക്ഷേ എനിക്ക് മാത്രമേ അഭിനയിക്കാൻ അറിയത്തുള്ളൂ, ഞാൻ മാത്രമാണ് നല്ലത്, എന്നെ നെഗറ്റീവ് പറയുന്നവർക്ക് ക്യാമറ പോയി നിൽക്കാൻ പറ്റുമോ, എന്നെ ട്രോളുന്നവർക്ക് എന്തെങ്കിലും കഴിവുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുമെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഞാൻ മാത്രം ഭയങ്കര കിടിലം. ശോഭന വരെ അഭിനയം പഠിപ്പിച്ചത് ഞാനാ. പക്ഷെ നിനക്കൊക്കെ ക്യാമറ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ? ഞാൻ നിൽക്കാം. അടുത്ത ഷോർട്ട് ഫിലിം എന്നെ വിളി. പക്ഷെ പെണ്ണിന്റെ റോൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, ആണിന്റെ റോളാണ് ഞാൻ ചെയ്യാം. നിങ്ങൾ ലാസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്തപോലെ അത് നടക്കുമെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ ചെയ്യാം. ചലഞ്ച് അക്സെപ്റ്റഡ്. അടുത്തതിൽ എന്നെ വിളിക്കൂ, ബാക്കി പറ. ചെയ്യാൻ ഒരു ഇത് വന്നാൽ ചെയ്യോ? ന്യൂഡ് മീൻസ് സെമി ആണോ ഉദ്ദേശിക്കുന്നത്? എന്താ പലതരം ന്യൂഡ് കാണിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കാണ്. ഇത് നമ്മൾ അഭിനയിക്കുമോ? സെമി ആണോ ഫുള്ളി ഓട്ടോമാറ്റിക് ആണോ? അതല്ലല്ലോ, അത് വാഷിംഗ് മെഷീനില്ലേ. ഇത് ന്യൂഡായിട്ട് അഭിനയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയിക്കേണ്ടിയിരിക്കുന്നു. പുള്ളിക്കാരി അങ്ങനെ അഭിനയിക്കത്തില്ല. പുള്ളിക്കാരുടെ എസ്മയിൽ അഭിനയിക്കുന്നൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. എസ്മ അറിയാത്തവർക്ക് വേണ്ടി സെർച്ച് ചെയ്ത് നോക്കട്ടോ, ഞാനൊന്നും പറയുന്നില്ല, എന്റെ തലക്കറും അല്ല. ഓരോരുത്തരെ ായിട്ടൊന്നും നമ്മൾ ചെയ്യത്തില്ല. രേണുസുതിക്ക് ഒരു ഇതുണ്ട്, ഒരു പരിധി, സീമയുണ്ട്. സീമ എന്ന് പറഞ്ഞാൽ മറ്റേ അതിലുണ്ട്. അതിൽ നിന്ന് ഞാൻ ചെയ്യും. എക്സ്ട്രീം ലെവലൊന്നും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലായിരിക്കും. ഇല്ലായിരിക്കും, ക്വസ്റ്റ്യൻ മാർക്ക് ആണ്. എന്നാലും ചിലപ്പോൾ ചെയ്യാം. ടേംസ് ആൻഡ് കണ്ടീഷൻസും സ്റ്റാർ വിട്ടാ പറയുന്നേ. ഇല്ലായിരിക്കും, ചിലപ്പോൾ ചെയ്താൽ ചെയ്യും. സെമിയോ ഫുള്ളി ഓട്ടോമാറ്റിക്കോ ഒക്കെ ചെയ്താൽ ചെയ്യും, ചിലപ്പോൾ ചെയ്യത്തില്ലായിരിക്കും. അതായത് പുള്ളിക്കാരിക്ക് തന്നെ ഉറപ്പില്ല പുള്ളിക്കാരി കുൽസിതമായിട്ടുള്ള സാധനങ്ങളിൽ അഭിനയിക്കുക എന്നുള്ളത് പുള്ളിക്കാരിക്ക് തന്നെ ഉറപ്പില്ല. ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല. അപ്പോൾ ആരാധകരെ ശാന്തരാകുവിൻ, കാത്തിരിക്കുവിൻ. ചെയ്യാതിരിക്കും. കാരണം ഇതെല്ലാം കേട്ട് ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. ഏതായാലും കേൾക്കുന്നുണ്ട് ഇല്ലേ, നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തൊക്കെയാ കേൾക്കുന്നത്? ഇതൊന്നും അല്ല കേൾക്കുന്നത് അല്ലേ? നിങ്ങളും കുട്ടിയും വായിക്കാറില്ലേ കമന്റ്സ്? ഉണ്ട്. ചെയ്യാത്ത കാര്യങ്ങൾ തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയൊക്കെ നെഗറ്റീവ് ചെയ്യാത്ത കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ കേട്ട് ഞാൻ ചിലപ്പോൾ അങ്ങനെ ആയില്ലെന്നെങ്കിൽ എന്താ പ്രശ്നം? അത് ആ സ്റ്റേറ്റ്മെന്റ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതായത് പുള്ളിക്കാരി കുൽസിതമായിട്ടുള്ള സാധനങ്ങളിൽ അഭിനയിക്കും, സെമി ആയിട്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് അഭിനയിക്കുമെന്ന് ചോദിക്കുന്നു. നാളെ ഇത് കേട്ട് ഞാൻ അഭിനയിച്ച് എന്തോ ചെയ്യും. അപ്പോൾ പുള്ളിക്കാരി അങ്ങനെ കുൽസിതമായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആരാധകർ പുള്ളിക്കാരി അങ്ങനെ സ്ഥിരം പറഞ്ഞോളൂ. പുള്ളിക്കാരി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായില്ല. അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. എന്താ കുഴപ്പം?
ചിലപ്പോൾ ചെയ്യും, പറയാൻ പറ്റത്തില്ല. നീ ഇങ്ങനെ എൻ്റെ മനസ്സ് മാറിയാലും നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനെ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കുറ്റം ചെയ്തിട്ട് കേൾക്കാമല്ലോ എന്തൊക്കെയാണെന്ന്. പിന്നെ ഒരു കാര്യത്തിന് ഇവർക്കിപ്പോൾ നല്ല സൈബർ ബുള്ളിങ് ആണ് കിട്ടുന്നത്. ഇത്രയും സൈബർ ബുള്ളിങ്ങിൽ ഇവർ പിടിച്ചു നിൽക്കുന്നൊരു വലിയ കാര്യം കേട്ടോ. മറ്റാരെങ്കിലും ഒക്കെ ആണെങ്കിൽ തകർന്നു പോകാനെ ഇവർ പിടിച്ചു നിൽക്കുന്നൊരു സംഭവമാണ്. ശരി, ഓക്കെ. അപ്പം എന്നെ സംബന്ധിച്ച് അന്ന് ഞാനത് തെരഞ്ഞെടുത്ത്, നീ എന്തുകൊണ്ട് അത് തെരഞ്ഞെടുത്തില്ലടി സൂചിച്ചേട്ടനുള്ളപ്പം അവർക്കുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. സുധിച്ചേട്ടൻ ആദ്യത്തെ വൈഫ് ഇട്ടിട്ട് പോയപ്പോൾ അവർ ഇട്ടിട്ടോ അതെന്തോ ആട്ടെ അവർ വേർപിരിഞ്ഞു, അതല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ മകനെയും വിട്ടു പോയപ്പോൾ വേറെ ലൈഫ് തേടി പോയപ്പോൾ അവരിപ്പം നമുക്ക് പറയാൻ പറ്റും, കാരണം അവർ ഈ ലോകത്തിലില്ല. സോ അവരുടെ ആത്മാവിന് നമുക്ക് നിത്യശാന്തി കിട്ടില്ലേ. കാര്യം പറ, വലിച്ചങ്ങ് നീട്ടുക. സംഭവം ഇത്രേ ഉള്ളൂ. സുധിച്ചേട്ടനോട് എങ്ങനെയാണ് ഇഷ്ടത്തിലായെന്ന് ചോദിച്ചു. സുധിച്ചേട്ടൻ ജഗദീഷിനെ സ്ഥിരം ചെയ്യുന്നു. എനിക്ക് ജഗദീഷിനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, ജഗദീഷ് അങ്ങനെയാണ് പുള്ളിക്കാരനോട്ട് അടുത്തത്. അതിനുശേഷം എന്തുകൊണ്ട് ഈ പുള്ളിക്കാരി സുധിച്ചേട്ടനുള്ളപ്പോൾ അഭിനയം കാഴ്ചവെച്ചില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ് ഈ പറയുന്നത്. നമുക്കത് കേൾക്കാം. ഇട്ടിട്ടെ സുധിച്ചേട്ടൻ്റെ അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് ഞാൻ സത്യമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. രണ്ടുപേർ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. നിത്യശാന്തിയും കിട്ടട്ടെ. അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞു അന്ന് അവർ പോയപ്പോൾ, ആ ഒരു സ്ത്രീ പോയപ്പോൾ പിന്നീട് വന്നവരെല്ലാം വന്നിട്ടുണ്ട്. എന്നെ കെട്ടാവോ, ഞാൻ മോനെ നോക്കാം, വന്നിട്ടുണ്ട്, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരെല്ലാം ഈ അഭിനയ മോഹവും ഡാൻസ് അല്ലെങ്കിൽ സുധിച്ചേട്ടനെ വെച്ചിട്ട് അഭിനയിക്കാം, സുധിച്ചേട്ടനെ വെച്ചിട്ട് ഇങ്ങനെയുള്ളവരാണ് വന്നിട്ടുള്ളത്. അതായത് സുധിച്ചേട്ടനെ കെട്ടാൻ വേറെ കുറെ പേര് വന്നിട്ടുണ്ട് ആദ്യ ഭാര്യ പോയതിനു ശേഷം. ഇവരുടെ എല്ലാ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടൻ ഫെയിമാ, സുധിച്ചേട്ടനെ വെച്ച് അഭിനയത്തിലേക്ക് കയറാം, സ്കിറ്റിലേക്ക് കയറാം. പക്ഷെ ഞാൻ വന്നത് സുധിച്ചേട്ടനെ പിന്താങ്ങുക, സുധിച്ചേട്ടനൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ അഭിനയത്തിലാണ്. എൻ്റെ ഉള്ളിലുള്ള കല പോളിഷായി പുറത്തേക്ക് വന്നതാണ്. നമ്മളും അത് തന്നെയല്ലേ ചെയ്തത്. നമ്മളിപ്പോൾ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ആഗ്രഹിച്ചത് അത് തന്നെ. നമ്മൾ അന്ന് സപ്പോർട്ട് ചെയ്യുന്ന നിന്നിട്ട് നമ്മൾ ഇന്ന് അഭിനയത്തിലേക്ക് വന്നു. അതും തെറ്റൊന്നുമില്ല. നിങ്ങൾ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ അഭിനയിക്കണം, നിങ്ങൾ പണം ഉണ്ടാക്കണം, നിങ്ങളുടെ കുടുംബത്തെ പെടണം, അതൊന്നും തെറ്റില്ല. പക്ഷെ നമ്മൾ എന്തിനീ ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് മറ്റുള്ളവരെ പറയുന്നത്? അവരെല്ലാം വന്നത് സുധിച്ചേട്ടനെ വെച്ച് സുധിച്ചേട്ടനെ ഫെയിം യൂസ് ചെയ്ത് കയറുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പിന്താങ്ങാനാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ ആക്ട്രസ് മോഡലാണ്. ഇങ്ങനെയുള്ള മോഹമായിട്ട് വന്നവരാണെങ്കിൽ സുധിച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിടികിട്ടിയോ? അപ്പൊ ഞാനും കൂടെ അങ്ങനെ എന്നെ സുചേട്ടൻ ഞാൻ അഭിനയിക്കാൻ, അത് വളരെ എന്താ പറയാ തെറ്റിദ്ധാരണ ഉണ്ടാവും. അപ്പൊ സുചേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്, വാവട്ടെ നിന്റെ അടുത്ത് ഒരാൾ ചോദിച്ചില്ലേ നിനക്ക് അഭിനയിക്കണം? എന്റെ മുന്നിൽ, പുള്ളിയുടെ മുന്നിലാണ് ചോദിച്ചത്, രേണുവിന് അഭിനയിക്കണമെങ്കിൽ അഭിനയിക്കും. ഒരു പ്രൊഡ്യൂസറാണ് കേട്ടോ. അപ്പൊ അങ്ങ് അഭിനയിച്ചുകൂടായിരുന്നോ? അപ്പൊ ഈ പ്രശ്നങ്ങൾ എല്ലാം വരുമായിരുന്നോ? ബാക്കി പറയാം. വന്ന പെണ്ണുങ്ങളെല്ലാം അഭിനയ മോഹമായിട്ട് വന്നത്. ഞാൻ അതിന് കാരണം ഇന്ന് വരെ എങ്ങും പറഞ്ഞിട്ടില്ല. ഞാൻ എന്തുകൊണ്ടാണ് സപ്പോർട്ടിങ് ആയിട്ട് ഏതൊരു പെണ്ണുങ്ങൾക്കാണെങ്കിലും കല ഉള്ളിലുള്ളവർക്ക് അവർക്ക് മുന്നിൽ വരണം, അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ ഒരു സിനിമയെങ്കിലും അല്ലെങ്കിൽ ഒരു ഡാൻസിങ്ങിലും മറ്റുള്ളവർ മുന്നിൽ കളിക്കണം എന്ന് ആഗ്രഹമുള്ള ആളാണ്. അപ്പൊ സുധിച്ചേട്ടനെ പോലെ ഒരു വ്യക്തി എന്റെ ലൈഫിൽ വന്നപ്പോൾ ഏട്ടൻ തന്നെ ചോദിച്ചു, മാവട്ടൻ അഭിനയിക്കാലോ. അത് ആ സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് പറയാം. ആ സമയത്താണ് മോഹൻലാൽ ഒരു സിനിമ ഒന്നും പുള്ളിക്കാരി അതിനെ അഭിനയിച്ചില്ല. അതായത് നമ്മുടെ ഉള്ളിൽ കല കിടപ്പുണ്ടെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ പുറത്തു വരും. നമുക്ക് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ. സുധിച്ചേട്ടനെ കെട്ടാൻ വന്ന പല ആൾക്കാരും സുധിച്ചേട്ടനെ വെച്ച് സിനിമയിലോ അല്ലെങ്കിൽ സ്കിറ്റിലോ കയറണം എന്ന് വന്ന ആളാണ്. ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വന്ന ആളാണ്. പക്ഷെ ഞാനിപ്പോൾ സ്കിറ്റ് ചെയ്യുന്നു എൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ മോഡലിംഗ് ചെയ്യുന്നു, ഷോർട്ട് ഫിലിം ചെയ്യുന്നു. എൻ്റെ ഉള്ളിലുള്ള കല പോളിഷായി പുറത്തു വന്നു. നമ്മൾ അത് തന്നെയല്ലേ ചെയ്തത്. നമ്മൾ അവരാഗ്രഹിച്ച സാധനം നമ്മൾ ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം തെറ്റ് ചെയ്താൽ ഞാൻ ശരിയായി ചെയ്തത്. എന്നെ നെഗറ്റീവ് പറയുന്നവർക്കൊക്കെ ക്യാമറ മുമ്പിൽ നിൽക്കുന്ന ധൈര്യം ഉണ്ടോ? നമ്മൾ എന്തിനാ കുറ്റം പറയുന്നത്? എന്നെ ട്രോൾ ചെയ്യുന്നവർക്കൊക്കെ വല്ല കഴിവുണ്ടോ? എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇനി മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ, ഇവർ അഭിനയിക്കുന്നത് നമുക്ക് തെറ്റില്ല കേട്ടോ. ഇവർ അഭിനയിക്കായിരിക്കും, എന്താ ചെയ്യട്ടെ. ഇവർ ഈ മാറ്റി പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇവരുടെ ഈ മെച്യൂരിറ്റി ഇല്ലാത്തുള്ള കാര്യങ്ങളോട് മാത്രമേ എനിക്ക് എതിർപ്പുള്ളൂ. ഇവർ അഭിനയിക്കുന്നതിനോ ഇവർക്ക് തോന്നുന്ന വസ്ത്രം ഇടുന്നതിനോ ഒന്നും നമുക്ക് കുഴപ്പമില്ല. ഇനി ഇവർ സ്ഥിരം കാലാകാലങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ബോഡി ഷെയ്മിങ്. ബോഡി ഷെയ്മിങ് തെറ്റാണെന്ന് നമുക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ബോഡി ഷെയ്മിങ് ചെയ്ത് ഇവരെ ഒരു ലേഡി ഫോൺ വിളിച്ച് സംസാരിച്ചിരുന്നു. ഇവരെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശശികല ചാർത്തിയ ദീപാവരണം നം തനനം തന. ശശികല അമ്മാമ്മയാണ് വിളിച്ച് സംസാരിച്ചത്. ഈ അമ്മാമ്മയ്ക്കെതിരെയാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. അപ്പൊ ഈ അമ്മാമ്മയുടെ കോള് കേട്ടിട്ട് നമ്മുടെ രേണു ചേച്ചി പറയുന്നത് കേൾക്കാം. ഒരാളുടെ ഒരു നെഗറ്റീവ് കാരണം ഒരു പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിളിച്ച് പറയാന്ന് പറയുമ്പോൾ ഞാൻ എന്താ ഇവരോട് ചെയ്ത്? എനിക്കൊരു പേഴ്സണലി ഒരു ബന്ധമില്ല. ഈ സൗണ്ട്, ഈ പേട്ട് സൗണ്ട് ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല ഗൈസ്. ഞാൻ ഈ പേട്ട് സൗണ്ട് കേട്ടിട്ടില്ല. അങ്ങനെ എന്നെ പറയും. ബാക്കിയൊക്കെ ഉണ്ടെന്ന് തോന്നിയത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. എന്നെ എന്തൊക്കെ പറഞ്ഞു അപ്പൊ എനിക്കും പറയാം. അതായത് എന്നെ ബോഡി ഷേമിങ് ചെയ്യുന്നു. എന്ത് പറഞ്ഞിട്ട്? എന്നെ കാണാൻ പല്ലിയെ പോലെയാണ്, എൻ്റെ പല്ല് തള്ളിയിട്ടാണ്, എന്നെ കാണാൻ സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് എന്നെ ബോഡി ഷേമിങ് ചെയ്യുന്നു. ഇത് തെറ്റാണത്. നീ പോടാ സനീഷ് കിങ്ങളനെ, എന്താ പാടാ നിന്റെ പേര് എന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നു. അതേ നമ്മൾ പറയുന്നു ഇവരുടെ എന്ത് പേട്ട് ശബ്ദമാണിത്, എന്ത് പേട്ട് സൗണ്ടാണിത്. അവരുടെ സൗണ്ടിനെ കുറ്റം പറയുന്നു. നമ്മളെല്ലാം തികഞ്ഞിരിക്കുവാണോ മറ്റുള്ള കുറ്റം പറയുന്നു? ഞാനെല്ലാം തികഞ്ഞിരിക്കുവായിരുന്നു, ഇവരെ കുറ്റം പറയുന്നു. അതല്ല ഇവിടുത്തെ വിഷയം. അപ്പം നമ്മളെ ഒരാൾ ബോഡി ഷേമിങ് ചെയ്യാൻ പാടില്ല, നമ്മളെ ഒരാൾ കുറ്റം പറയാൻ പാടില്ല. പക്ഷെ ഇവരുടെ എന്ത് പേട്ട് ശബ്ദം ഇത്.
ഇതൊക്കെയാണ് എനിക്ക് ഇവരിലുള്ള എതിർപ്പുകളായിട്ട് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ നെഗറ്റീവുകളെ പോസിറ്റീവാക്കി മാറ്റുക. അല്ലാത്ത പക്ഷം ഒരു പരിധിക്കപ്പുറം നിങ്ങൾക്ക് മേപ്പോട്ട് പോകാൻ പറ്റില്ല. ഒന്നെങ്കിൽ ആളുകളെല്ലാം വെറുത്ത് നിങ്ങൾ ഒരുപാട് വെറുപ്പ് സംഭവിച്ച് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സൊസൈറ്റിയിലായിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈൻ കഴിയുമ്പോഴത്തേനും ഇപ്പം നിങ്ങളെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഓൺലൈൻ വീഡിയോസ് ഒന്നും പൊക്കി പിടിക്കാതെയാവും, നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാതെയാക്കും, നിങ്ങളെ പട്ടവുന്ന് താഴെയിടും. പല റിയാക്ഷൻ ബ്ലോഗേഴ്സും നിങ്ങളുടെ ടോപ്പിക് എടുക്കാതെയാവും. നിങ്ങളെ ചെയ്യുന്നതുകൊണ്ട് വ്യൂസ് ഉള്ളതുകൊണ്ടാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ നിലനിർത്തുക, നമ്മൾ പോസിറ്റീവ് ആക്കുക, ജനങ്ങളെ വെറുപ്പിക്കാതെ നിങ്ങൾ നല്ല സൈഡുകൾ കാണിച്ചു തുടങ്ങുക. നിങ്ങൾ നല്ല സ്ത്രീയാണെന്നാണ് നിങ്ങളെ പേഴ്സണലി അറിയാവുന്ന പലരും പറയുന്നത്. നിങ്ങൾ നല്ലൊരു വ്യക്തിത്വമാണെന്നാണ് പറയുന്നത്. ആ നല്ല വ്യക്തിത്വം നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും, അതിനകത്ത് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ നെഗറ്റീവ് നിങ്ങൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു സാഹചര്യം എത്തുമ്പോൾ നിങ്ങൾ പെട്ടുപോകും. ഇനി ഇവർ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഫ്രീ പ്രൊമോഷൻ എന്നെ പിടിച്ചോ. രേണുസൂതി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. മക്കളുടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അവർക്കൊരു വരുമാന മാർഗം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ഒരു സിംഗിൾ മദറാണ്, മക്കളെയൊക്കെ നന്നായിട്ട് നോക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പറ്റുന്ന സപ്പോർട്ടുകൾ കൊടുക്കുക. ഞാനൊന്നും പറയാനേ പാടില്ല. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും. മറ്റൊരു ഡേറ്റാണ്.